എൻ്റെ മക്കളടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അവർ കണ്ണും അടച്ചുകൊണ്ട് പറയും മുതയിലാണെന്ന്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര അവിടെ പോയി നിന്നാലും അവർക്ക് മതിയാവത്തില്ല, എത്ര അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് മതിയാവത്തില്ല. ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ്. അപ്പം തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ മുതൽ പോകാം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ പോകണില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. അപ്പോഴേക്കും അവരെ വിധം മാറി. പിന്നെ എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ബസ്സിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി നല്ല അന്തരീക്ഷമായി. മഴ മാറിയ നല്ല അടിപൊളി അന്തരീക്ഷം. എനിക്ക് ചെറുതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുമായിരുന്നു അത് കുളത്തൂപ്പുഴയാണെന്ന്. എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ വീട് കുളത്തൂപ്പുഴയായിരുന്നു. അപ്പം ചെറുതിലെ നമ്മൾ വെക്കേഷൻ്റെ ഒക്കെ ടൈമിലും ക്രിസ്മസ് അവധിക്കൊക്കെ വരുന്നത് ഇവിടെയാണ്, കുളത്തൂപ്പുഴയായിരുന്നു. വിഷുവിൻ്റെയൊക്കെ ടൈമായിരിക്കും വെക്കേഷന്. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും അടികൂടുന്നത് കുളത്തൂപ്പുഴയോട്ട് വരാനാണ്. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഇങ്ങോട്ട് കുളത്തൂപ്പുഴയോട്ട് വരിക എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഇപ്പം എൻ്റെ മക്കൾക്ക് മുതലോട്ട് പോകാനാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഇവിടെ നിന്ന് യാത്ര ഉണ്ട്. വണ്ടിയിൽ കയറിയ പാടെ അവരിരുന്ന് ഉറങ്ങിക്കോളും. പിന്നെ അവിടെ എത്തുമ്പോഴേ അവരുണരുള്ളൂ. അവരെ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ ശല്യമൊന്നുമില്ല. പിന്നെ അവിടെ ചെന്ന് നമ്മൾ പാങ്ങലാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ വേറെ പോകണം. പിന്നെ വാപ്പ വന്ന് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കയറിയ പാടെ മക്കൾ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 3 പേര് മാറിയും തിരിഞ്ഞ് അവരുടെ വിശേഷങ്ങൾ മുഴുവൻ, പള്ളിയിലെ വിശേഷവും ഫോണിൽ കാണുന്ന ഓരോ കാർട്ടൂണിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപ്പായ പറഞ്ഞതെല്ലാം കേൾപ്പിച്ച് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നത് കുറച്ച് ദിവസം അവിടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് അവർ വരുന്നത്. എനിക്കെന്തായാലും ഞാൻ അന്ന് തന്നെ വൈകുന്നേരം പോകണം എന്നുള്ള ഉദ്ദേശത്തിനാണ് ഞാൻ ഇറങ്ങുന്നത്. അവർക്കതറിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടെ പോകണം. പാലക്കാട് പിന്നെ കുറച്ചും കൂടെ പോകണം. ഒരു ഗ്രാമപ്രദേശമാണ്, വയലും തോടും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശം. ഗ്രാമം അങ്ങ് തീരെ ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര ടൗണും അങ്ങനെയൊന്നുമല്ല, ഒരു ഉൾപ്രദേശമാണ്. എന്നാലും ഒരുപാട് പേര് വെളിയിൽ പോയി പഠിക്കുന്നവരും വെളിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. സ്കൂളും പള്ളിയും അമ്പലവും എല്ലാമൊക്കെ ഉള്ളൊരു സ്ഥലം. ഇതൊരു മഴ മാറി നിന്ന ഒരു ടൈമായതുകൊണ്ട് തന്നെ അന്തരീക്ഷം നല്ല അടിപൊളിയായിരുന്നു. അന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മക്കൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഉമ്മ അങ്ങ് പോകും, നമ്മളിവിടെ നിന്നോളാം. അവർ ഞാനില്ല എന്നുണ്ടെങ്കിലും അവരവിടെ നിന്നോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര അവിടെ നിന്നിരുന്നാലും അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഭയങ്കര പാടാണ്. ഭയങ്കര ഇഷ്ടമാണ് ആ നാടും. പിന്നെ കരഞ്ഞു വിളിച്ചിട്ടായിരിക്കും മിക്കപ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. എപ്പോഴും അങ്ങനെയായിരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ മാത്രമല്ല, പൊതുവേ എല്ലാ ചെറുമക്കൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും. അവർക്ക് അവരുടെ അതാകുമ്പോൾ അവർ വലിയ വഴക്കൊന്നും പറയത്തില്ലല്ലോ. അതാണ് മെയിനായിട്ടും. അവർ ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ വലിയ വഴക്കൊന്നും പറയത്തില്ല. അങ്ങനെയാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിന് മുൻപൊരു മുതയിൽ എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണെന്നൊക്കെ. മുതയിൽ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലുള്ളൊരു സ്ഥലമാണ്. കടയ്ക്കലെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഗ്രാമപ്രദേശം, അതാണ് മുതയിലെന്ന് പറയുന്നത്. അതാണ് എൻ്റെ വീട്. ഇവിടെ ഇപ്പം എൻ്റെ ഉമ്മയും പാപ്പായാണുള്ളത്. എൻ്റെ സഹോദരൻ ഗൾഫിലാണ്. പിന്നെ ചെന്നപാടെ നമ്മൾ നേരെ ചെല്ലുന്നത് അടുക്കളയിലോട്ടായിരിക്കും. അതൊരു വല്ലാത്തൊരു, എനിക്ക് മാത്രമൊന്നുമല്ല പൊതുവെ എല്ലാവർക്കും അങ്ങനെ, ശരിക്കും അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. നമ്മളത് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാൻ വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വാപ്പാടെ സഹോദരൻ്റെ കൊച്ചാപ്പാടെ വീട്ടിൽ നിന്ന് എന്നെ ചക്ക വെച്ചിട്ടുള്ള അട ഉണ്ടായിരുന്നേ, അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതായിരുന്നു.
ഞാൻ കുറേ ദിവസം കൊണ്ട് ഈ റീൽസിലൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നതാണ്. പിന്നെ സമയമില്ല, അതിന് മെനക്കെടാനും വയ്യാത്തതുകൊണ്ട് ഉണ്ടാക്കില്ല. അങ്ങനെ അവിടെ ചെന്ന് അത് കഴിച്ച് ആ ഒരാഗ്രഹം സാധിച്ച്. കുറേ സമയം കഴിഞ്ഞിട്ട് അപ്പം മഴ തുടങ്ങി. പിന്നെ മഴയൊക്കെ മാറിയതിന് ശേഷം ഞാൻ പറഞ്ഞ ആ ഒരു അവിടെ മക്കൾ വരുമ്പോഴെല്ലാം അവരെ കൊണ്ടുപോകണം. അങ്ങനെ താഴെ പോയി അവിടെ കുറേ നേരം നിന്ന് പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് വന്നു. തിരിച്ച് വരുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ മക്കൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർ ഭയങ്കരമായിട്ടും വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് വരണ്ടായിരുന്നു, 2 ദിവസം നാളെ രാവിലെ പോയത്, അല്ലെങ്കിൽ മറ്റന്നാൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ പിന്നെ തിരിച്ചു വന്നപ്പോൾ പിന്നെ ഉറങ്ങിയതൊന്നുമില്ലായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് കുളത്തൂപ്പുഴ വരെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും പിന്നെ വലിയ മഴയൊന്നുമില്ലായിരുന്നു. എന്നാലും നമ്മളെ കുളത്തൂപ്പുഴ ആറുമി ഏകദേശം വെള്ളമൊക്കെ നിറയാറായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം